ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു 10 പെൺകുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ 4-5 പേർക്കെങ്കിലും PCOD ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്രയും അധികം ആൾക്കാർക്കുണ്ടെങ്കിലും നമ്മൾ അത്ര ടെൻഷനൊന്നും കാണിക്കാറില്ല. പക്ഷെ നമ്മുടെ ലൈഫ് പോകുന്തോറും നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആവാതെ പോകുമ്പോഴാണ് നമ്മൾ പലരും PCODയെ കുറിച്ച് അറിയുന്നതും അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ടെൻഷൻ ആവാറ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഒരു കൊഴുപ്പുണ്ടെങ്കിൽ മാത്രമേ എല്ലാ ഹോർമോണുകൾക്കും കൃത്യമായിട്ടൊരു ബാലൻസിൽ പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ ആവശ്യമുള്ള കൊഴുപ്പില്ലാത്തത് കൊണ്ടും നമുക്ക് PCOD വരാം. മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻഷനോ ഡിപ്രഷനോ പോലെയുള്ള സ്റ്റേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു മെഡിറ്റേഷനോ കൗൺസിലിങ്ങോ ഒക്കെ ചെയ്യുക. ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ ഒരു 10 പെൺകുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ 4-5 പേർക്കെങ്കിലും PCOD ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്രയും അധികം ആൾക്കാർക്കുണ്ടെങ്കിലും നമ്മൾ അത്ര ടെൻഷനൊന്നും കാണിക്കാറില്ല. പക്ഷെ നമ്മുടെ ലൈഫ് പോകുന്തോറും നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആവാതെ പോകുമ്പോഴാണ് നമ്മൾ പലരും PCODയെ കുറിച്ച് അറിയുന്നതും അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ടെൻഷൻ ആവാറ്. നമുക്ക് ഈസി ആയിട്ട് ഡയറ്റിലൂടെയും വ്യായാമത്തിലൂടെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് PCOD. ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് PCOD ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങളെന്ന്, എങ്ങനെ നമുക്ക് PCOD കൺഫേം ചെയ്യാമെന്ന് നോക്കാം. എന്താണ് PCOD? പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുമ്പോൾ പോളി എന്ന് പറഞ്ഞാൽ അനേകം, സിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട് അല്ലെങ്കിൽ നീര് നിറഞ്ഞ കുമിളകളായിട്ട് നിൽക്കുന്നത്. ഒവേറിയൻ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടാശയങ്ങൾക്ക് വരുന്ന രോഗങ്ങളെയാണ് പറയാം. അതായത് നമ്മുടെ അണ്ടാശയങ്ങളിൽ നീർക്കെട്ട് അല്ലെങ്കിൽ നീര് നിറഞ്ഞ കുമിളകളായി നിൽക്കുന്ന കണ്ടീഷനെയാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയും. ഈ ഒരു കണ്ടീഷനിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് എന്താണ് സ്ത്രീകളിൽ നോർമലായിട്ട് നടക്കുന്നത് നോക്കാം. സ്ത്രീകളിൽ യൂട്രസിൻ്റെ 2 ഭാഗത്തായിട്ടും ഓരോ ഓവറികളുണ്ട്. ടോട്ടലി 2 ഓവറികൾ. അപ്പോൾ നോർമലി ഒരു പീരീഡ്സ് ആകുന്ന ടൈം തൊട്ട്, അതായത് മെനാർക്കി തൊട്ട് മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം വരെയുള്ള കാലഘട്ടത്തിൽ 28 മുതൽ 35 ദിവസം വരെ ഒരു ഗ്യാപ്പിൽ നമുക്ക് പീരീഡ്സ് ആവാറുണ്ട്. പീരീഡ്സ് ആകുന്ന സമയത്ത് നമ്മുടെ അണ്ടാശയങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്ന് ഒരു മെച്യൂർ ആയിട്ടുള്ള അണ്ടം പുറത്തേക്ക് വരികയാണ് ചെയ്യാറ്. നോർമലി ഇങ്ങനെയാണ്. ഇങ്ങനെ നടക്കുന്ന ഒരു സൈക്കിളെയാണ് നമ്മൾ പീരീഡ്സ് അല്ലെങ്കിൽ ഓവുലേറ്ററി ആയിട്ടുള്ള ഒരു സൈക്കിള്. ഈ ഒരു സൈക്കിളിന് എപ്പോഴെങ്കിലും ഒരു താളം തെറ്റും. ആ ഒരു താളം തെറ്റലിൻ്റെ ഭാഗമായിട്ട് പല രോഗലക്ഷണങ്ങളും പല സിംറ്റംസുമായി കൂടി ചേർന്ന് നിൽക്കാം. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ ഒരു കൂട്ടം രോഗങ്ങളായിട്ട് പറയാറ്. ഇനി നമുക്ക് എന്തുകൊണ്ടൊക്കെയാണ് PCOD ഉണ്ടാവുന്നത് നോക്കാം. ഒന്നാമത്തേത് ജനിതക ഘടകങ്ങൾ. ഇപ്പം അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ മകൾക്ക് ഉണ്ടാവാനുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ 10%. അപ്പോൾ അവരിൽ തന്നെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ മകൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 20% വരെയാണ്. പക്ഷേ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മകൾക്ക് ഉണ്ടായിക്കൂടൂ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിതശൈലിയിലുള്ള ചില മാറ്റങ്ങൾ കാരണം ഈ ഒരു ജനറ്റിക് ഫാക്ടർ കൂടി ഉണ്ടെങ്കിൽ PCOD ഉണ്ടാവാനുള്ള കാരണം കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഈ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ അമിതമായ മധുരം, പഞ്ചസാര അല്ലെങ്കിൽ ഹൈ ഫ്രക്ടോസ് കോൺസെപ്റ്റ് അടങ്ങിയ ബേക്കറി ഐറ്റംസ്, ജങ്ക് ഫുഡ്സ്, ഹോട്ടൽ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ഇങ്ങനെ അമിതമായ ഭക്ഷണ രീതി, ഇതാണ് പ്രധാന കാരണം. ഇത് കൂടാതെ രണ്ടാമത് പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ലാത്ത ഒരു ജീവിതശൈലി. ഇന്ന് നമുക്കറിയാം, സ്ത്രീകളുടെ കേസിലൊക്കെ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യേണ്ട, എല്ലാത്തിനും നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ പലതരത്തിലുള്ള മെഷീൻസ് ഉണ്ട്. നടുവളച്ച് ചെയ്യേണ്ടതായ ഒരു ജോലികളും ഉണ്ടാവില്ല. ഇങ്ങനെ വ്യായാമക്കുറവ് കൊണ്ടുവരാം. പിന്നെ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞെങ്കിൽ സ്ട്രെസ് അല്ലെങ്കിൽ മെൻ്റൽ ടെൻഷൻസ്. ഇപ്പോൾ കുട്ടികളുടെ കേസൊക്കെ ആണെങ്കിൽ പഠനത്തിലുള്ള ഒരു ടെൻഷൻ ആവാം, അല്ലെങ്കിൽ അവർക്കുള്ള ഏതെങ്കിലും ഒരു സ്റ്റേജ് പെർഫോമൻസോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കേസ് വരുമ്പോഴുള്ള ടെൻഷൻസ് ആവാം. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി ഡെവലപ്പ് അല്ലെങ്കിൽ ഒരു കോളേജ് ലൈഫ് എത്തുമ്പോൾ അവർക്ക് അവിടെ ഉണ്ടാകുന്ന സൗന്ദര്യപരമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷൻസോ അല്ലെങ്കിൽ മുഖക്കുരു വന്ന അതിൻ്റെ ടെൻഷൻ, അതൊക്കെ ചിലരിൽ അമിതമായിട്ട് ടെൻഷൻ ഉണ്ടാക്കാറുള്ള കാരണം. ഇതും കഴിഞ്ഞ് നമ്മളൊരു കല്യാണത്തിലേക്കൊക്കെ പോകുമ്പോൾ ആ ഒരു ഏജിൽ ഉണ്ടാകുന്നതായ ടെൻഷൻസ്, ഇതൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആവാൻ നോക്കുമ്പോൾ ഉണ്ടാവും, കുട്ടികൾ ഉണ്ടാവാതെ വരുന്നു. അപ്പം അതുമൂലം ഉണ്ടാകുന്ന ടെൻഷൻസ്, ഇങ്ങനെയുള്ള സ്ട്രെസ്സും ടെൻഷനുമാണ് ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു ജീവിതശൈലിയുടെ രോഗങ്ങളായി പറയാൻ പറ്റുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് പോഷകക്കുറവ് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവ്. അപ്പോൾ പെൺകുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രാത്രി ഇങ്ങനെ ഉറക്കൊളച്ച് പഠിക്കുന്ന സമയത്ത് ഒരു 10:30-ക്ക് ശേഷം ഇങ്ങനെ ഉറക്കം കളഞ്ഞ് പഠിക്കാതിരിക്കുക. അതുപോലെ തന്നെ 7 മണിക്ക് ശേഷം രാവിലെ കിടന്ന് ഉറങ്ങാതിരിക്കുക. ഈ ഒരു ടൈമിൽ കൃത്യമായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം ഒരു 7 മണി വരെ കിടന്നുറങ്ങാവുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇങ്ങനെ ഉറക്കമൊക്കെ കൺസിഡർ അല്ലെങ്കിൽ ഉറക്കം നീണ്ടു പോവുകയാണെങ്കിൽ അത് നമ്മുടെ മെറ്റബോളിസത്തിനെ തകരാറാക്കുകയും അതുവഴി നമുക്ക് പല ഹോർമോണൽ ഇംബാലൻസും വരാം. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള പല മലിനീകരണങ്ങളും നമുക്ക് ഒരു PCOD കാരണമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ തന്നെ പ്ലാസ്റ്റിക് കത്തിക്കുക അല്ലെങ്കിൽ പല രീതിയിലുള്ള മലിനീകരണങ്ങളുണ്ട്, വായു മലിനീകരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒരു ഫലമായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണങ്ങളിലൊക്കെ നമ്മൾ തന്നെ അറിയാതെ തന്നെ പല കീടനാശിനികൾ മിക്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഇന്ന് PCOD ഉണ്ടാവുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഉണ്ടാവാനുള്ളൊരു പ്രധാന കാരണം അമിതവണ്ണമാണ്. പക്ഷേ അമിതവണ്ണം കൊണ്ടാണോ PCOD ഉണ്ടാകുന്നത്, അതോ PCOD മൂലമാണോ ഒരു ഹോർമോണൽ ചേഞ്ച് വന്നിട്ടാണോ അമിതവണ്ണം വരുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല.
ഇതിനെ ഒരു സൈക്കിളായിട്ടാണ് പറയാറ്. ഇപ്പം അമിതവണ്ണമുള്ളവരിലാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണുണ്ട്. ഈ ഹോർമോണാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസിനെ തിരിച്ചറിഞ്ഞ് ഊർജ്ജമായി കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ഇങ്ങനെ ഈ അമിതവണ്ണമൊക്കെ ഉള്ളവരിലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഇൻസുലിന് ഈ ഒരു കഴിവുണ്ടാവില്ല. അപ്പോൾ അവർ ഗ്ലൂക്കോസ് മോളിക്യൂളിനെ തിരിച്ചറിയാതെ പോവുകയും ഊർജ്ജം ഉണ്ടാക്കുന്നില്ല. അതിന് പകരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം കൊഴുപ്പായി കൺവേർട്ട് ചെയ്യും. അത് വീണ്ടും ശരീരത്തിൽ അടിയുകയും അത് അമിതവണ്ണമാവുന്നു. അപ്പോൾ ഇതൊരു സൈക്കിൾ പോലെയാണ്. അമിതവണ്ണം കൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ വീണ്ടും കൊഴുപ്പടിയുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ അമിതവണ്ണം ഉണ്ടാകുന്നു. അങ്ങനെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്ത്രീകളിൽ പുരുഷ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. അതുവഴിയാണ് നമുക്ക് മെയിൻലി ഈ PCOD ഉണ്ടാവുന്നത്. അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനു മുൻപ് എന്തൊക്കെയാണ് PCODയിൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങളെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആർത്തവ ക്രമക്കേട്. നമുക്കറിയാം നോർമലി പീരീഡ്സ് ആവുന്ന സൈക്കിൾ എന്ന് പറഞ്ഞാൽ 28 മുതൽ 35 ദിവസത്തിനുള്ളിൽ ആ ഒരു സൈക്കിളാണ്. അപ്പം അതിൽ കൂടുതലായിട്ട് ചിലരിലാണെങ്കിൽ 45 അല്ലെങ്കിൽ 50 ദിവസം കൂടുമ്പോഴേ പീരീഡ്സ് ആവുള്ളൂ. അല്ലെങ്കിൽ ചിലർക്ക് ആവുമ്പോൾ ജസ്റ്റ് ഒരു സ്പോട്ടിംഗ് ആയിട്ട് മാത്രമേ കാണിക്കൂ. ചിലർക്കാണെങ്കിൽ അമിതമായിട്ടുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലോട്ട്സ് ആയിട്ട് പോകുന്ന കാണാം. ഇങ്ങനെ പല രീതിയിലായിരിക്കും പലരിലും പ്രസൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു ആർത്തവ ക്രമക്കേട് കാണാം. ഇത് കൂടാതെ ഇപ്പം നമുക്കറിയാം പീരീഡ്സ് ആകുന്ന ഒരു പ്രായം, അതായത് നമ്മൾ ആ കൗമാര പ്രായത്തിലൂടെ കിടക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് ആ 1-2 വർഷം പീരീഡ്സ് ഇറഗുലർ ആയിരിക്കും. അതൊരിക്കലും ഒരു PCOD ആവില്ല. അത് നോർമലി അങ്ങനെ ആവാം. ചിലർക്ക് റെഗുലർ ആയിട്ട് തന്നെ ആദ്യം തൊട്ടേ ആവാം. ചിലർക്ക് തുടങ്ങുന്ന ഒരു സമയത്ത് 1-2 വർഷത്തേക്ക് താളം തെറ്റിയായിരിക്കും ഉണ്ടാവുക. ഇത് കൂടാതെ തന്നെ നമ്മൾക്ക് റെഗുലർ ആയിട്ട് ആവാൻ തുടങ്ങിയ ഒരാൾക്ക് പെട്ടെന്നൊരു ഇറഗുലർ ആവുക എന്ന് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ ആർത്തവ ക്രമക്കേട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് കൂടാതെ ചിലർക്കാവുമ്പോൾ ജസ്റ്റ് സ്പോട്ടിങ് മാത്രമായിട്ട് കാണുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമതായി കാണിക്കുന്നതെന്ന് വെച്ചാൽ രോമ വളർച്ച അല്ലെങ്കിൽ ഹെർസ്യൂട്ടിസം. അതായത് ഒരു പുരുഷ ഹോർമോണിൻ്റെ ആ ഒരു സ്വാധീനം വരുമ്പോൾ സ്ത്രീകളിലാണെങ്കിൽ പെൺകുട്ടികളിലൊക്കെ മേൽചുണ്ടിൽ, താടിയിൽ, നെഞ്ചിൻ്റെ ഭാഗത്ത്, വയറിൽ, തുടയിൽ ഈ ഒരു ഭാഗങ്ങളിലൊന്നും പൊതുവെ അത്ര രോമ വളർച്ച കാണിക്കാറില്ല. പക്ഷേ PCOD പോലെയുള്ള ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളിൽ ഇങ്ങനെ രോമ വളർച്ച കട്ടിയിലുള്ള രോമങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാം. ഇതിനോടൊപ്പം തന്നെ മുടി കൊഴിച്ചിൽ, അത് കൂടുതലും ഒരു കഷണ്ടി പോലെ വരുന്നത്, അതായത് ഫ്രണ്ടിലാണ് പ്രധാനമായിട്ട് ഒരു ഫ്രോണ്ടൽ ഏരിയയിലാണ് കൂടുതലായിട്ട് മുടി കൊഴിയുന്നത്. അതുപോലെ തന്നെ മുടിയുടെ കട്ടി കുറഞ്ഞു പോവുക, ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കാം. ഇതുകൂടാതെ തന്നെ മുഖത്ത് അല്ലെങ്കിൽ പൊതുവെ സ്കിന്നൊക്കെ ഒരു എണ്ണമെഴുക്ക്, ഒരു ഓയിലി സ്കിൻ ആവുക, മുഖക്കുരു വരിക. അതുപോലെ തന്നെ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, അതായത് നമ്മുടെ കഴുത്തിൻ്റെ ബാക്ക്, ഈ കൈകളുടെ വിരലിലുള്ള ഈ നെക്കിൾസിൽ, കൈൻ്റെ മുട്ടിൽ, കാലിൻ്റെ മുട്ടിൽ, കക്ഷത്ത് ഒക്കെ കറുത്ത നിറം, അതുപോലെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറുക. ഈ ഒരു കണ്ടീഷൻ നമ്മൾ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയാം. ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാനുള്ളൊരു കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ PCOD വരുന്നത് മൂലം ഇങ്ങനെയൊക്കെ ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഇത് കൂടാതെ തന്നെ അമിതമായിട്ട് മുഖക്കുരു വരിക, അതുപോലെ തന്നെ സ്കിൻ ടാഗുകൾ ധാരാളം ശരീരത്തിൽ വരിക. ഇതിനോടൊപ്പം തന്നെ അമിതവണ്ണം കാണിക്കും. അമിതവണ്ണം നമുക്ക് പറയുമ്പോൾ അറിയാം PCODയുടെ ഒരു കാരണവുമാണ്, ഒരു ലക്ഷണവുമാണ്. അതുപോലെ തന്നെ അരക്കെട്ടിൻ്റെ ഭാഗത്ത് കുടവയറ് പോലെയോ അല്ലെങ്കിൽ വയറ് ചാടുന്ന പോലെ വണ്ണം വെക്കുന്നതിനോടൊപ്പം തന്നെ അരക്കെട്ടിൻ്റെ വിസ്തീർണം കൂടി കൂടുക. അതുപോലെ കഠിനമായ ക്ഷീണം. ഇപ്പോൾ ചിലർക്കൊക്കെ നല്ലപോലെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലഡ് ഒക്കെ കുറയുന്നത് മൂലം കഠിനമായ ക്ഷീണം, ഭക്ഷണം കഴിച്ചാലും കഠിനമായ ഒരു ക്ഷീണം തോന്നുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമുക്ക് PCODയിൽ ഒരു രോഗലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ അമിതവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും PCOD ഉള്ള എല്ലാവർക്കും അമിതവണ്ണം ഉണ്ടാവണം എന്നില്ല. ഇപ്പം ചില തിൻ PCOS എന്ന് പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്, അതായത് മെലിഞ്ഞവരിലും കാണും. ഇതിനൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം മെലിഞ്ഞിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ട ഒരു ഫാറ്റ് നമ്മുടെ ശരീരത്തിലില്ല. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഒരു കൊഴുപ്പുണ്ടെങ്കിൽ മാത്രമേ എല്ലാ ഹോർമോണുകൾക്കും കൃത്യമായിട്ടൊരു ബാലൻസിൽ പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പം ആവശ്യമുള്ള കൊഴുപ്പില്ലാത്തത് കൊണ്ടും നമുക്ക് PCOD വരാം. അങ്ങനെയും ഒരു കൂട്ടം ആൾക്കാരുണ്ട്. 70% PCOD ഉള്ളവർക്കും അമിതവണ്ണം കാണിക്കാറുണ്ട്. പക്ഷെ ഒരു 20% പേരിലും മെലിഞ്ഞ ആൾക്കാരിലും PCOD ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇതോടൊപ്പം തന്നെ മാനസിക സമ്മർദ്ദം അവർക്ക് വളരെ കൂടുതലായിരിക്കും. നല്ലപോലെ ഡിപ്രഷൻ വരാറുണ്ട്, മൂഡ് സ്വിങ്സ് കാണിക്കാറുണ്ട്, ഉത്കണ്ഠ, അതേപോലെ തന്നെ കഠിനമായ ഡിപ്രഷൻ, ഈ ഒരു സ്റ്റേജസ് ഒക്കെ PCOD ഉള്ളവരിൽ കാണാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക, അങ്ങനെ പെട്ടെന്ന് ഒരു മൂഡ് സ്വിങ്സ് ഒക്കെ ഈ PCOD പോലെയുള്ള കണ്ടീഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി PCODയിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ അണ്ഡാശയങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് നോക്കാം. പറഞ്ഞ പോലെ അമിതവണ്ണം അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ഈ നമ്മുടെ ശരീരത്തിൽ പുരുഷ ഹോർമോണുകൾ ഉണ്ടാവാൻ തുടങ്ങും. ഇങ്ങനെ പുരുഷ ഹോർമോണുകൾ ഉണ്ടാവുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്താത്ത അണ്ടങ്ങളാണ് ഈ സിസ്റ്റുകളായിട്ട് നമ്മുടെ അണ്ഡാശയത്തിൽ കാണുക. ഇങ്ങനെ പൂർണ്ണ വളർച്ച എത്താത്ത സിസ്റ്റുകൾ ചുരുങ്ങിപ്പോകാതെ ഈ അണ്ഡാശയത്തിൽ തന്നെ നിൽക്കും. ഇങ്ങനെ എത്തുന്ന ഈ സിസ്റ്റുകളിൽ നിന്ന് പുരുഷ ഹോർമോണുകൾ അമിതമായിട്ട് ഉണ്ടാക്കും. ഇങ്ങനെ പുരുഷ ഹോർമോൺസ് അമിതം ആവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ താടി, രോമ വളർച്ചകളൊക്കെ കാണുന്നത്. ഇങ്ങനെ പുരുഷ ഹോർമോൺ വീണ്ടും കൂടുന്നതിൻ്റെ ഭാഗമായിട്ട്
നമുക്ക് വീണ്ടും ഈ ഒരു അണ്ടങ്ങൾ പൂർണ്ണ വളർച്ചയിൽ എത്താതെ വരുന്നു. അങ്ങനെ ധാരാളമായിട്ട് പൂർണ്ണ വളർച്ചയിൽ എത്താത്ത അണ്ടങ്ങൾ സിസ്റ്റായിട്ട് മാറുന്നത് കാണാം. അങ്ങനെ നമ്മുടെ ഓവറിയുടെ തൊട്ട് താഴെയുള്ള ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഓവറിയുടെ തൊട്ട് താഴെയുള്ള ലെയറിൻ്റെ അടിയിലായിട്ട് ഈ പൂർണ്ണ വളർച്ച എത്താത്തതുകൊണ്ട് അണ്ടമൊന്നും അണ്ടാശയത്തിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. പകരം ഈ ഒരു ക്യാപ്സ്യൂളിൻ്റെ അടിയിലായിട്ട് സിസ്റ്റുകളായിട്ട് അല്ലെങ്കിൽ ഒരു മാല പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തൊക്കെ നോക്കുകയാണെങ്കിൽ മുത്ത് അടുക്കിയ പോലെ അല്ലെങ്കിൽ ഒരു നെക്ലേസ് പോലെ വട്ടത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്കാനിങ്ങിന് നമ്മൾ നെക്ലേസ് അപ്പിയറൻസ് എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ എല്ലാവരിലും ഇങ്ങനെ ഒരു നെക്ലേസ് അപ്പിയറൻസോ അല്ലെങ്കിൽ ഇങ്ങനെ സിസ്റ്റുകളായിട്ട് നിൽക്കണം എന്നില്ല. പക്ഷേ ഇങ്ങനെ എല്ലാ സിസ്റ്റും ഉള്ളവർക്ക് പൂർണ്ണമായിട്ടും നമുക്കതൊരു PCOD ആണെന്ന് ഈ സിസ്റ്റ് കാണുന്നതിലൂടെ പറയാനും പറ്റില്ല. അപ്പോൾ നമുക്കിനി നോക്കാം എങ്ങനെയാണ് ഒരു PCOD നിർണ്ണയിക്കുന്നതെന്ന്. PCOD നിർണ്ണയിക്കണമെങ്കിൽ റോട്ടൻഹാം ക്രൈറ്റീരിയ എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ആണ് മെയിനായിട്ട് എടുക്കുക. അതായത് ഇതിൽ 3 ഘടകങ്ങളാണ് വരിക. ഈ 3 ഘടകങ്ങളുള്ള ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും 2 എണ്ണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ PCOD ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യുക. നമുക്ക് ഏതൊക്കെയാണ് ഈ ക്രൈറ്റീരിയ എന്ന് നോക്കാം. ഒന്നാമത്തേത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളിൽ അണ്ടം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്തേത് മെയിൽ ഹോർമോണിൻ്റെ ക്യാരക്ടർ. മൂന്നാമത്തേത് USS അബ്ഡോമൻ എടുത്ത് നോക്കുക. അപ്പം അണ്ടം ഉണ്ടാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 35 ദിവസം കൂടുമ്പോൾ അവർക്ക് പീരീഡ്സ് ആവുന്നുണ്ടോ എന്ന് നോക്കും. ഇതാവുന്നില്ല അല്ലെങ്കിൽ ഒരു വർഷക്കണക്ക് എടുക്കുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 8 പീരീഡ്സ് എങ്കിലും ആവുന്നുണ്ടെങ്കിൽ അതൊരു നോർമലാണ്. ഒരു മിനിമം 8 എണ്ണെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് കേസായിട്ട് പറയാറില്ല. ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മെയിൽ ഹോർമോൺസിൻ്റെ ലെവലാണ്. മെയിൽ ഹോർമോൺസ് നമ്മളിപ്പോൾ ക്ലിനിക്കലി വരുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു മുടി വളർച്ച അല്ലെങ്കിൽ മുടി കൊഴിയുന്നു അല്ലെങ്കിൽ ആ ഒരു മെയിൽ നേച്ചറിലോട്ട് വരുന്നുണ്ടെങ്കിൽ അവരുടെ സൗണ്ട് ടോണൊക്കെ മാറുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മെയിൽ ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇതല്ലാതെ തന്നെ നമുക്ക് മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജനിൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ബ്ലഡ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ USS അബ്ഡോമൻ. നമ്മൾ വയറിൻ്റെ സ്കാൻ എടുക്കുക. വയറിൻ്റെ സ്കാൻ എടുക്കുമ്പോൾ നമുക്കൊരു 18 മുതൽ 20 സിസ്റ്റുകളായിട്ട് കാണുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓവറിയുടെ സൈസ് ഒരു 10 ക്യൂബിക് സെൻറ്റിമീറ്ററിൽ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓവറിയുടെ സൈസ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മളൊരു പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയാം. ഈ പറഞ്ഞ 3 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും 2 എണ്ണം ഓക്കെ ആണെങ്കിൽ നമ്മൾ പറയും അവർക്ക് PCOD ഉണ്ടെന്ന്. ഒരിക്കലും നമ്മളൊരു സിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഈ ഒരു സിസ്റ്റ് കാണുന്നതുകൊണ്ട് ചിലപ്പം 3-4 സിസ്റ്റുകളെ കാണുന്നുണ്ടെങ്കിൽ ഉടനെ അതിനൊരു PCOD ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു സിസ്റ്റിനോടൊപ്പം തന്നെ ഹോർമോണൽ ചേഞ്ചോ അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന എന്തെങ്കിലും പീരീഡ്സ് തീരെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു പീരീഡ്സ് ഭയങ്കരമായിട്ട് ഇറഗുലറായിട്ട് നിൽക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളൊരു PCOD ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ഇങ്ങനെയാണ്. ചിലർക്കാണെങ്കിൽ പീരീഡ്സ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ 1-2 വർഷം അവർക്ക് ചിലപ്പോൾ പീരീഡ്സ് ഇറഗുലറായിരിക്കും. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനെ നമ്മൾ PCOD ആയിട്ട് കൂട്ടരുത്. അപ്പം നമ്മൾ 2 വർഷത്തേക്ക് അവരോട് പറയുക, ഒബ്സർവ് ചെയ്യാൻ പറയുക. ഈ 2 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ഇറഗുലർ ആണ്, അതിനോടൊപ്പം തന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്, തൈറോയിഡിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതൊരു കംപ്ലീറ്റ് ഒരു PCOD കേസായിട്ട് ഡയഗ്നോസ് ചെയ്യാറുള്ളൂ. ഇപ്പം നമ്മൾ PCOD കേസായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ ഇത് മാനേജ് ചെയ്യാൻ എളുപ്പത്തിൽ നമുക്ക് പറ്റും. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഡയറ്റാണ് മാറ്റേണ്ടത്. കൃത്യമായിട്ട് ഡയറ്റ് മാനേജ് ചെയ്യുക. നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് അതായത് നമ്മുടെ വണ്ണം കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക. അപ്പോൾ വണ്ണം കുറവുള്ളവരാണെങ്കിൽ ആവശ്യത്തിന് വണ്ണം ഗെയിൻ ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ കൃത്യമായി വ്യായാമം ചെയ്യുക. 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ കൃത്യമായിട്ട് ആഴ്ചയിൽ 5 ദിവസങ്ങളും നല്ല എക്സസൈസുകൾ ചെയ്യുക. ചുമ്മാ നടന്നാൽ മാത്രം പോരാ, നല്ല കാർഡിയോ വർക്കൗട്ടുകളൊക്കെ ചെയ്യുക. അതിനോടൊപ്പം തന്നെ കൃത്യമായ ഉറക്കം ഉറപ്പുവരുത്തണം. ധാരാളം വെള്ളം കുടിക്കുക, പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെൻഷനോ ഡിപ്രഷനോ പോലെയുള്ള സ്റ്റേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു മെഡിറ്റേഷനോ കൗൺസിലിങ്ങോ ഒക്കെ ചെയ്യുക. ഇതോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. നമ്മൾ ആദ്യം തിരിച്ചറിയുക, വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.